ഹലോ ഗൈസ്, ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഏഷ്യൻ മാർക്കറ്റിലേക്ക്. നമ്മുടെ ഇന്ത്യയിലുള്ള എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ പോവാം. ഒത്തിരി സാധനങ്ങളൊന്നും കിട്ടാറില്ല, എന്നാലും എൻ്റെ ഫേവറേറ്റ് കപ്പയുണ്ടോ. ഈ ഏഷ്യൻ മാർക്കറ്റിലേക്ക് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 10 കിലോമീറ്റർ ഉണ്ട് കേട്ടോ, ഏകദേശം. ഞങ്ങൾ ഊബറിനാണ് പോയത്. ഊബറിന് ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മളവിടെ എത്തും. പിന്നെ ഞാൻ വണ്ടിയിൽ കയറിയ എനിക്ക് ഈ പുറത്തുള്ള കാഴ്ചകൾ കണ്ടാലും മതിയാവില്ല. എന്ത് രസമാണെന്നറിയോ ഈ സ്ഥലങ്ങൾ കാണാൻ. എനിക്കറിയില്ല, ഞാൻ എപ്പോഴും അതിനെ നോക്കിക്കൊണ്ടിരിക്കും. ഇതാണ് കേട്ടോ ഏഷ്യൻ മാർക്കറ്റ്. ഏഷ്യയിലുള്ള മിക്ക രാജ്യങ്ങളിലെ ഫുഡുണ്ടെന്നാണ് അവർ എഴുതി വെച്ചേക്കുന്നത്. പക്ഷേ ഒത്തിരി സാധനങ്ങളൊന്നുമില്ല, എന്നാലും അത്യാവശ്യം സ്പൈസസ് ഒക്കെ ഉണ്ട്. ഇന്ന് ഞങ്ങൾ ചെന്നപ്പോൾ ആകെ വെജിറ്റബിൾസ് ആയിട്ടുണ്ടായിരുന്ന വഴുതനങ്ങയായിരുന്നു, പിന്നെ നമ്മുടെ പച്ചമുളക് ഉണ്ടായിരുന്നു. അതെന്താണ് ഞങ്ങളൊരു പാക്കറ്റ് മേടിച്ചു. കാരണം ഇവിടെ സ്പൈസി ഫുഡുകൾ നമുക്ക് ഇവിടുത്തെ കടകളിൽ കിട്ടാറില്ല. പിന്നെ ഇതേ ജീരകമുണ്ട്, കറുവപ്പട്ടയുണ്ട്, കടുകുണ്ട്, പൊടികളാണ് മല്ലിപ്പൊടിയുണ്ട്, അങ്ങനെ കുറച്ച് എല്ലാത്തരം പൊടി ഐറ്റംസ് ഉണ്ട്. പിന്നെ ഏലക്ക ഉണ്ട്, ചെറുപയറുണ്ട്, വൻപയറുണ്ട്. ഈ പ്രാവശ്യം പിന്നെ എന്താണെങ്കിലും ഞങ്ങൾക്ക് കടല കിട്ടി കേട്ടോ. നമ്മുടെ നാട്ടിലെ റെഡിഷ് കളറുള്ള കടല ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് ജീരകവും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കണ്ടില്ല. ഈ പ്രാവശ്യം എനിക്ക് ജീരകം കിട്ടി. ഓരോ തവണ വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ഇവർ പിന്നെ നമ്മുടെ ഏഷ്യൻസ് ഇവിടെ കൂടി വരുന്നതനുസരിച്ച് കടയിൽ എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ജീരകം എടുത്തു, പിന്നെ ഞാൻ പറഞ്ഞല്ലേ കടല എടുത്തു, പിന്നെ അവലുണ്ട്. പിന്നെ ഒരു സെക്ഷൻ മൊത്തം നൂഡിൽസിൻ്റെ സെക്ഷനാണ് കേട്ടോ. പലതരത്തിലുള്ള നൂഡിൽസുകളുണ്ട്. അതെനിക്ക് അത്ര വലിയ താല്പര്യമില്ല, അതൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ നമ്മുടെ തേങ്ങാപ്പാൽ ഫ്രോസൺ ആയിട്ടുള്ളത് അതൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഒരു നാച്ചുറൽ ഫീൽ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ പപ്പടം ഉണ്ട് കേട്ടോ. പപ്പടം നല്ല പപ്പടമാണ്, നമ്മുടെ നാട്ടിലെ പോലത്തെ പപ്പടം അല്ല, പക്ഷെ ടേസ്റ്റ് അടിപൊളിയാണ്. ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോൾ പപ്പടം എടുക്കാറുണ്ട്. പപ്പടമുണ്ട്. പിന്നെ കപ്പയില്ലായിരുന്നു, അതിൻ്റെ ഒരു സങ്കടമുണ്ട്. അവർ പറഞ്ഞു അടുത്ത വെള്ളിയാഴ്ച വരുമെന്ന് പറഞ്ഞു. ഇതേ കോപ്പിക്കോ മുട്ടായി ഉണ്ട്. പിന്നെ നമ്മുടെ സ്നാക്സ് നോക്കുവാണെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള നമ്മൾ കഴിക്കുന്ന മിച്ചർ ഒന്നുമില്ല, വേറൊരു സ്റ്റൈൽ മിച്ചറൊക്കെ ആയിരുന്നു. എന്നാലും ഞാൻ മിച്ചർ എടുത്തു, ബോണ്ടി എടുത്ത്. സത്യം പറഞ്ഞാൽ മധുരമുള്ള ബോണ്ടിയാന്ന് ഓർത്ത് എടുത്താൽ, പക്ഷെ അത് ഉപ്പുള്ളതായിരുന്നു. പിന്നെ ഈ ഇരിക്കുന്ന നൂഡിൽസുകളൊക്കെ എനിക്കിഷ്ടം കേട്ടോ, മസാല ടേസ്റ്റുള്ള. നമ്മളപ്പുറം കണ്ടത് സാധാ നൂഡിൽസായിരുന്നു. ഇതൊക്കെ എടുത്തു. ഞങ്ങൾ ബില്ലടിക്കുവാണ്. അന്നേരം ഞങ്ങൾ കപ്പയുടെ കാര്യം ചോദിച്ചു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു വെള്ളിയാഴ്ച വരുമെന്ന്. പിന്നെ ഞങ്ങൾ ബില്ലടിച്ച്. ഒന്നും കൂടി കട കാണിക്കാം. ഇതൊരു ചെറിയ കടയാണ്, എന്നാലും നമുക്ക് ഉപകാരപ്രദമുള്ളൊരു കടയാണ് കേട്ടോ. ഞങ്ങളിതാ ബോണ്ടിയൊക്കെ കഴിച്ച് ആ സ്ഥലമൊക്കെ കണ്ട് പയ്യെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ എത്ര ഉള്ളോട്ട് വന്നത് യാത്ര. ബൈ ബൈ.